നിലവിലുള്ള പ്രതിസന്ധികൾ കാരണം ആഗോള വിപണിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ചരക്ക് നീക്കം 50% കുറയുമെന്നാണ് പുതിയ കണക്കുകൾ പുറത്തുവന്നിരിക്കുന്നത്. എന്നാൽ ഈ കണക്കുകൾ ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയെ ബാധിച്ചേക്കില്ല. കാരണം ഹൂതി സേനയ്ക്ക് ഇറാന്റെ പിന്തുണ ഉണ്ടായതിനാൽ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ആക്രമിക്കപ്പെടാനുള്ള സാധ്യത കുറവാണ് കപ്പലുകൾക്ക്. ഇറാൻ-റഷ്യ ബന്ധമാണ് ഇവിടെ സഹായകമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ തോതിൽ കുറവുണ്ടാകില്ലെന്നാണ് വിവരം. പക്ഷേ ആഗോളതലത്തിൽ ഈ പ്രതിസന്ധി ബ്രെന്റ് ക്രൂഡിന്റെ വിലയെ ബാധിച്ചിട്ടുമുണ്ട്. ആക്രമണം ആരംഭിച്ച ശേഷം 5% വിലയുയർന്ന് ആഗോള വിപണിയിലെ ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $80 അടുത്തെത്തിയിരിക്കുകയാണ്. സൂയസ് കനാലിലേക്ക് നയിക്കുന്ന ബാബ് എൽ മണ്ടേബ് കടലിടുക്കിലാണ് പ്രധാനമായും ഹൂതി വിമതർ ആക്രമണം നടത്തുന്നത്. അതിന്റെ ഭാഗമായി കപ്പൽ കമ്പനികൾ എടുക്കുന്ന റിസ്കിന്റെ ഭാഗമായി ചാർജ് വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. യുദ്ധ സാഹചര്യത്തിൽ ഈടാക്കുന്നതിന് സമാനമായ വർധനവാണ് ഗതാഗത ചെലവിൽ ഉണ്ടായിരിക്കുന്നത്. ചെങ്കടലിലെ പ്രതിസന്ധി തുടരുകയാണെങ്കിൽ 25 മുതൽ 30% വരെ ഗതാഗത ചെലവിൽ വർധന ഉണ്ടാകുമെന്നാണ് ഇന്ത്യൻ കയറ്റുമതി കമ്പനികൾ കണക്കാക്കുന്നത്. യൂറോപ്യൻ യൂണിയനാണ് ഇന്ത്യയുടെ പ്രധാന വിപണി എന്നിരിക്കെ തുണിത്തരങ്ങളും ആഭരണങ്ങളും ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ കുറയുന്നു എന്നതാണ് നിരാശാജനകമായ കാര്യം. ലോകത്തെ സുപ്രധാന വ്യാപാര റൂട്ടായ ചെങ്കടലിൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി വലിയ സുരക്ഷാ ഭീഷണിയാണ് നിലനിൽക്കുന്നത്. യമൻ വിമത ഗ്രൂപ്പായ ഹൂതികൾ കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണമാണ് പ്രധാന തലവേദനയായിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച ക്രൂഡ് ഓയിലുമായി ന്യൂമാംഗ്ലൂർ തുറമുഖത്തേക്ക് വരികയായിരുന്ന MV കെംപ്ലൂട്ടോ എന്ന കപ്പലും ഗുജറാത്ത് തീരത്തിന് കേവലം 200 നോട്ടിക്കൽ മൈൽ മാത്രം ദൂരെ ആക്രമിക്കപ്പെട്ടിരുന്നു. നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ആക്രമണങ്ങൾ ആഗോള വിപണിയെ ബാധിക്കുമെന്ന ആശങ്കകൾ നിലനിൽക്കുകയാണ്. ഇന്ത്യയിലെ എണ്ണ വ്യാപാരത്തെ സുരക്ഷാ ഭീഷണി പ്രതികൂലമായി ബാധിച്ചേക്കുമോ എന്ന സംശയങ്ങളും ഉയർന്നിട്ടുണ്ട്. കൂടാതെ ബസുമതി അരിയും ചായപ്പൊടി ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ വ്യാപാരവും കൂടുതൽ ദുഷ്കരമാകുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. യമനിലെ വിമത സംഘമായ ഹൂതികൾ ഒരു പതിറ്റാണ്ടോളമായി യമൻ സർക്കാരുമായി ആഭ്യന്തര യുദ്ധത്തിലാണ്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഹൂതികളുടെ ആക്രമണം. അമേരിക്ക നേതൃത്വം നൽകുന്ന സമുദ്ര സുരക്ഷാ സംഘം അടിയന്തരമായി ഇടപെട്ട് ആക്രമണങ്ങൾ തടയാൻ നടപടി സ്വീകരിച്ചിട്ടുള്ളതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഓസ്ട്രേലിയ, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കയുടെ ഇടപെടലിൽ ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചിരുന്നു. നിലവിൽ ഗാസയിൽ നടക്കുന്ന ആക്രമണം വ്യാപിച്ചേക്കുമെന്ന ആശങ്ക മുൻനിർത്തിയാണ് പല രാജ്യങ്ങളും അമേരിക്കൻ നടപടിയോട് വിമുഖത പ്രകടിപ്പിക്കുന്നത്. അതേസമയം അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന പനാമ കനാലിലും ചരക്കുനീക്കം പ്രതിസന്ധിയിലാണ്. ഇവിടെ മഴയുടെ ദൗർലഭ്യമാണ് വിലങ്ങുതടിയാകുന്നത്. ഈ 2 കനാലുകളിലൂടെയാണ് ലോകത്തെ 1/3 ചരക്ക് നീക്കവും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ 2024 തുടക്കത്തിൽ ആഗോള ചരക്ക് നീക്കം മന്ദഗതിയിലായിരിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ലോകത്തെ 80% ചരക്ക് നീക്കവും കടൽമാർഗമായതുകൊണ്ട് തന്നെ പനാമ, സൂയസ് കനാലുകളിലൂടെ ചരക്ക് നീക്കം തടസ്സപ്പെട്ടാൽ ആഗോള സാമ്പത്തികാവസ്ഥയെ സാരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. പ്രത്യേകിച്ചും ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങളെയാണ് ഇത് ബാധിക്കുക. കാരണം ഏറ്റവും തിരക്കുള്ള 2 കപ്പൽ മാർഗങ്ങളാണ് ഇപ്പോൾ തടസ്സം നേരിടുന്നത്. ഈ വഴികളിൽ തടസ്സമുണ്ടായാൽ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, കേപ്പ് ഹോൺ പോലെ കൂടുതൽ ദൈർഘ്യമുള്ള മറ്റ് കടൽപ്പാതകൾ വഴി ചരക്ക് കപ്പലുകൾ നീങ്ങേണ്ടി വരും. അങ്ങനെയുണ്ടാകുന്ന അധിക ചെലവ് വലിയ തോതിൽ വിപണിയെ ബാധിച്ചേക്കും. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ പണപ്പെരുപ്പം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഈ സമയത്ത് ഇങ്ങനെയൊരു പ്രതിസന്ധി കൂടി കാര്യങ്ങളെ കൂടുതൽ വഷളാക്കാനേ ഉപകരിക്കുകയുള്ളൂ. 51 മൈൽ നീളമുള്ള കടലിടുക്കിലൂടെയുള്ള ചരക്കു നീക്കം മുൻപുണ്ടായിരുന്നതിനേക്കാൾ 50% കുറവാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ ആവശ്യമായ വെള്ളമില്ല എന്നതാണ് പ്രധാന കാരണം. ഇതുകാരണം ഏഷ്യയിൽ നിന്നും അമേരിക്കയിലേക്ക് പോകുന്ന ചരക്ക് കപ്പലുകൾ സൂയസ് കനാലിനെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. പനാമ കനാലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 6 ദിവസം കൂടുതലെടുക്കുന്ന റൂട്ടാണിത്. പനാമ കനാലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ മഴ ലഭിച്ച വർഷവുമാണ് കഴിഞ്ഞ വർഷം. അതുകൊണ്ട് തന്നെ ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. റെക്കോർഡ് തുകയ്ക്കാണ് ഇപ്പോൾ പനാമയിലൂടെ സഞ്ചരിക്കാനുള്ള സ്ലോട്ട് LNG ഉൾപ്പെടെയുള്ള കപ്പൽ കമ്പനികൾ ബുക്ക് ചെയ്യുന്നത്. $4 മില്യൺ വരെ നൽകിയിട്ടുണ്ടെന്നാണ് കണക്ക്. $1.5 ലക്ഷം ആയിരുന്ന സ്ഥാനത്ത് ഈ വില കുതിച്ചുയർന്നിരിക്കുകയാണ്. പനാമ കനാൽ വഴി ഇന്ധനവുമായി കടന്നുപോകുന്ന വലിയ വാഹനങ്ങളുടെ എണ്ണം ഫെബ്രുവരി ആകുമ്പോഴേക്കും പകുതിയായി കുറയുമെന്നും ജനുവരിയിൽ അത് 0 എത്തുമെന്നാണ് അനുമാനമുള്ളത്.